ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഒന്നാന്തരം മുളകുപൊടി ഉണ്ടാക്കാം. അപ്പോൾ പയറും മത്തങ്ങയും കൊണ്ടുള്ള മുളകുപൊടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. വളരെ എളുപ്പമുള്ള കൂട്ടാനാണ്. അതിലാണെങ്കിൽ ഒരു മസാല ഇല്ല, വെറുതെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മാത്രമേ ഇടണ്ടൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ഒന്നാന്തരം മുളകുപൊടി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പയറെടുത്ത് വെച്ചിട്ടുണ്ട്. ഉണക്കപ്പയർ ഒരു അരക്കപ്പ് പയറാണ് എടുത്തത്. അപ്പോൾ പയർ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. പയർ ഞാൻ അരമണിക്കൂർ നേരത്തെ തന്നെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കുക്കറിലേക്ക് മാറ്റി പയർ ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പയറിൻ്റെ മീതെ വരെ വെള്ളം നിൽക്കുന്ന പോലെ ഒഴിക്കുക. 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് മീഡിയത്തിൽ ഒരു 4 വിസിൽ കൊടുക്കാം കേട്ടോ. മീഡിയത്തിൽ സ്റ്റൗ വെച്ചാൽ മതി. ഇനി ഇവിടെ ഞാൻ നമ്മുടെ മത്തങ്ങ ഒരു 200 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നുറുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക് കീറിയത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. പയറിൽ ഉപ്പിട്ടുണ്ടല്ലോ, അത് കാരണം 1/2 സ്പൂൺ ഇട്ടുള്ളൂ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം മത്തങ്ങ. ഈ മത്തങ്ങ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ മുഴുവനായിട്ട് വെന്തിട്ടില്ല, എങ്കിലും പകുതി വേവായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്നും കൂടി അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വയ്ക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം. ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് മത്തങ്ങ അങ്ങനെ നോക്കുമ്പോൾ വെന്തതായിട്ട് അറിയാം. നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇവിടെ പയറാണെങ്കിൽ നല്ലോണം വെന്തു. കുക്കർ തുറന്ന് നോക്കുമ്പോൾ പയർ അങ്ങനെ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. എങ്കിൽ നമുക്കൊരു കയ്യിലെടുത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. എന്താ അറിയോ, നമ്മൾ ഈ നാളികേരമൊന്നും ചേർക്കാത്തതുകൊണ്ട് ഒരു കൊഴുപ്പ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഉടയ്ക്കണത്. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. അതുമല്ല, കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തീരെ വെള്ളമില്ലല്ലോ കൂട്ടാനിൽ. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ മത്തങ്ങ ചേർത്ത് കൊടുത്തു. മത്തങ്ങയും കൂടി വീസിലടിച്ച് കഴിഞ്ഞാൽ ആകെ കുളമാവും. അത് കാരണം വേറെ വേവിച്ചത്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ നല്ല കൊഴുപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് നല്ലോണം തിളപ്പിക്കാൻ കൂട്ടാൻ. അപ്പോൾ നല്ലോണം തിളച്ചു നമ്മുടെ കറി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കാരണം ഈ കറിവേപ്പിലയുടെ മണമാണ് മുളകുപൊടിയിൽ കൂടുതലായിട്ട് നിൽക്കുക. അപ്പോഴാണ് അതിൻ്റെ സ്വാദും. അപ്പോൾ കുറച്ചും കൂടിയും കറിവേപ്പില നല്ലോണം കീറി ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കറിയുടെ ഗ്രേവി എല്ലാം പാകമാണ്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഒരു 3 ടീസ്പൂണെങ്കിലും നല്ല മണമുള്ള പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കത് സെർവിങ് ബോളിലേക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ കറി തയ്യാറായി. ഇത്രയേ ഉള്ളൂ. മുളകുപൊടി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാ പഴയ വീടുകളിലും സാധാരണ ഉണ്ടാക്കണ ഒരു കറിയാണ് ഞങ്ങളുടെ സൈഡിലേക്കൊക്കെ മുളകുപൊടി. അപ്പോൾ മുളകുപൊടി തയ്യാറായിട്ടുണ്ട്. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മടിക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്